ഓഫീസ്. ഹലോ, ഈശ്വരൻ സാർ അല്ലേ? അതെ, ഈശ്വരൻ സാറാണ്. ഞാൻ 9ാം വാർഡിന്ന് വിളിക്കുവാന്നേ. എന്റെ വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് ഒരു സഹായത്തിന് വിളിച്ചതാ. വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് സഹായത്തിന് വരാൻ ഞാൻ കൽപ്പണിക്കാരനല്ല, പഞ്ചായത്ത് ഓഫീസറാണ്. കാര്യം പറ പെണ്ണുമ്പിള്ളേ. സാറേ, ഞാൻ താമസിക്കുന്നതേ ആൾതാമസം ഇല്ലാത്ത ഒരു സ്ഥലത്താ. വീട്ടിലാണെങ്കിൽ ഞാനും കണ്ണു കാണാത്ത ഒരു മുത്തശ്ശി മാത്രമേ ഉള്ളൂ. രാത്രിയാണെങ്കിൽ ആരെങ്കിലും കേറി വന്ന ഒരൊറ്റ മനുഷ്യൻ അറിയത്തില്ല. വീടിന്റെ പുറകുവശത്ത് വാതിൽ തുറന്ന നേരെ കേറി വരുന്ന എന്റെ റൂമിലേക്കാ സാറേ. പിന്നെ അവിടെ എന്തെങ്കിലും സംഭവിച്ചാ ആരും അറിയില്ല സാറേ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം സാറേ. ഇത് നിങ്ങൾ സഹായത്തിന് വിളിച്ചതാണോ അതോ എന്നെ അങ്ങോട്ട് ക്ഷണിച്ചതാണോ? എന്റെ ഈശ്വരാ. എന്തോ? അയ്യോ, സാറിനെ അല്ല, ഞാൻ ദൈവത്തിനെ വിളിച്ചതാ. ആണോ? എന്നെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതാ. എല്ലാ മാസവും എന്റെ ശമ്പളത്തിൽ നിന്ന് പകുതി ഒന്ന് ഞാനാ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അമ്പലത്തിലൊക്കെ പോയല്ലേ? ആ, എത്ര പ്രാർത്ഥിച്ചിട്ടും എന്ത് കാര്യം? അയാളുടെ സംശയം മാറത്തില്ല. എന്ത് സംശയം? എനിക്കൊരു മെസ്സേജ് വന്നാ സംശയം. പാതിരാത്രി ആരെങ്കിലും കൊച്ചു വർത്താനം പറയാൻ വിളിച്ചാ സംശയം. ഓ, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നല്ലാതെ അയാളുടെ സംശയം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാറേ. ഇത്രയും നിസ്സാര കാര്യങ്ങൾക്ക് സംശയിക്കുന്ന ആളാണോ താങ്കളുടെ ഭർത്താവ്? അദ്ദേഹത്തെ ഉടൻ തന്നെ ഏതെങ്കിലും സൈക്രാട്രിസ്റ്റിനെ കാണിക്കണം. ഓ, അതിന്റെ ഒന്നും കാര്യമില്ല സാറേ. ദേ, ഇപ്പൊ തന്നെ നമ്മൾ അടുത്തടുത്ത് നിൽക്കുക. സാറിന്റെ മനസ്സിൽ ഒന്നുമില്ലേ? ഒന്നുമില്ല. എന്റെ മനസ്സിലും ഒന്നുമില്ല. പക്ഷെ ഇതും കണ്ടോണ്ട് എന്റെ ഭർത്താവ് കേറി വന്ന അതും സംശയമാ. ഇങ്ങനെ നിൽക്കുന്നതിൽ സംശയമോ? സംശയ രോഗി, ശവം. പാർവതി ഒന്ന് മാറി നിൽക്കും. പുറത്തും കുറെ സംശയ രോഗികളുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. എന്താ കാര്യം? സാർ, എനിക്ക് ഈ പഞ്ചായത്തിൽ മൊത്തം 3 സ്കൂളുകളുണ്ട്. സ്കൂൾ മാനേജറാണോ? സാറിന് കുടിക്കാൻ എന്താണ്? ചായയാണോ, കാപ്പിയാണോ, കൂൾ ഡ്രിങ്ക്സ് ആണോ? നത്തിങ്. സാറിന് കുടിക്കാൻ മധുരം കുറച്ചൊരു നത്തിങ്. വന്ന കാര്യം പറയൂ സാർ. എന്റെ കീഴിൽ ചുരുങ്ങിയത് ഒരു 1500ഓളം കുട്ടികളുണ്ട്. ഓ, സത്യം പറഞ്ഞ ഇവരെ എല്ലാവരെയും ശരിക്കും എനിക്കൊന്ന് ശ്രദ്ധിക്കാനോ അങ്ങോട്ട് ഗൈഡൻസ് കൊടുക്കാനും പറ്റുന്നില്ല. ഓഹോ. അതുകൊണ്ട് സ്കൂളിനടുത്ത് തന്നെ എനിക്കൊരു സ്ഥാപനം തുടങ്ങണമെന്ന് താല്പര്യമുണ്ട്. ട്യൂട്ടോറിയൽ കോളേജൊക്കെ തുടങ്ങാൻ പഞ്ചായത്ത് സ്ഥലം അനുവദിക്കുന്നതല്ല. എന്നാലും നല്ലൊരു കാര്യത്തിനാവുമ്പോ ഞാൻ സഹായിക്കാം സാർ. ഒരു ഗോൾഡിന്റെ ഷോപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഗോൾഡ് ബിസിനസ്സോ? ഈ ജ്വല്ലറി ഒക്കെ സ്കൂളിനടുത്ത് വെച്ച് കഴിഞ്ഞാൽ വിജയിക്കുമോ? ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഗോൾഡിന്റെ കവറിങ്ങിന്റെ ഒരു റോൾഡ് ഗോൾഡ്. 1 ഗ്രാം തങ്കം മേൽ പൊതിഞ്ഞ സാധനങ്ങൾ. തങ്കമ്മയല്ല, തങ്കപ്പന പൊതിയുന്നത്. സാറേ, ഈ ഗോൾഡ് എന്ന് പറയുന്നത് എന്തോന്ന് മനസ്സിലായോ? ഇടുക്കി ഗോൾഡാ, ഇടുക്കി ഗോൾഡ്. ഇടുക്കി ഗോൾഡ് ആണെങ്കിലും ഗോൾഡ് ഗോൾഡ് അല്ലേ? അയ്യോ, അതല്ല സാറേ, കഞ്ചാവ്. സ്കൂളുകളെ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽക്കുന്ന ആളാ ഇത്. ആണോടോ? അങ്ങനെ എല്ലാവർക്കും ഒന്നുമില്ല, ആവശ്യമുള്ളവർക്ക് മാത്രം. സാറേ, ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്ക്. പോലീസിനെ വിളിക്ക് സാറേ. ഇങ്ങനെയുള്ള ആൾക്കാരെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ശിക്ഷിക്കുകയല്ല വേണ്ടത്, പറഞ്ഞു മനസ്സിലാക്കി കുറ്റകൃത്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് വേണ്ടത്. വളരെ കറക്റ്റാണ് സാർ. താൻ വിവാഹിതനാണോ? അതെ സാർ. എത്ര കുട്ടികളുണ്ട്? 2 ആൺകുട്ടികൾ 10ലും +1ലും പഠിക്കുന്നു. തന്റെ മക്കൾക്ക് താൻ കഞ്ചാവ് കൊടുക്കുവാണോ? അവർക്ക് താൻ കഞ്ചാവ് കൊടുക്കുവാണോ? ഇല്ല സാർ, ഞാൻ കൊടുക്കില്ല സാർ. എന്റെ പൊന്നു മക്കൾക്ക് കഞ്ചാവ് കൊടുക്കും സാർ. മാരകമായ ഒരു വിഷമായത് കൊണ്ടല്ലേ നീ മക്കൾക്ക് കഞ്ചാവ് കൊടുക്കാത്തത്? അവന്മാർക്ക് കൊടുത്ത കാശ് കിട്ടല്ല സാറേ.